ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. വെങ്കട്ട പ്രഭുവിന്റെ സംവിധാനത്തിൽ തളപതി വിജയ് വ്യത്യസ്ത വേഷങ്ങളിലെത്തിയ ഗോട്ട് അങ്ങനെ ആ സിനിമയുടെ ഒരാഴ്ച തിയേറ്ററുകളിൽ ഇന്നത്തോടെ പിന്നിടാനായിട്ടൊരുങ്ങുകയാണ്. 7-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ 7 ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ്, തമിഴ്നാട് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലത്തെ അപേക്ഷ നോക്കുകയാണെങ്കിൽ ഇന്ന് ഗോട്ടിന് കേരളത്തിൽ ഇന്നലത്തെ ഇതിന് സമാനമായ ഹോൾഡ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 21 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 20 ലക്ഷത്തിൽ പരമാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്നലെ 40 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഇന്നും 40 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമ 12 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കേരള ഗ്രോസ് കളക്ഷൻ കടക്കുകയാണ്. 12 കോടി 15 ലക്ഷത്തോളം കേരള ഗ്രോസ് ആണ് കൃത്യം 7 ദിവസത്തെ ഗോട്ടിന്റെ കളക്ഷനായിട്ട് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ 12 കോടി കളക്ഷൻ കടക്കുന്നതോടെ സിനിമയുടെ കേരള ഷെയർ ഇന്നത്തോടെ 5 കോടി കടക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 17 കോടി രൂപയ്ക്ക് കേരളത്തിൽ കൊണ്ടുവന്ന ഗോകുല മൂവീസിന് ഇന്നത്തോടെ 5 കോടി ഗോട്ടിന്റെ കേരള ഷെയർ ആയിട്ട് ലഭ്യമാകുകയാണ്. ഒരു അന്യഭാഷാ സിനിമയ്ക്ക് അത് മികച്ച ഷെയർ ആണെങ്കിൽ പോലും ഗോട്ട് എന്ന സിനിമയെ സംബന്ധിച്ച് വിജയ് ചിത്രത്തിന് അതൊരു മികച്ച ഷെയർ ഒന്നും തന്നെയല്ല. ഇനിയും 12 കോടിയിലേറെ ഷെയർ കളക്ഷൻ നേടിയെടുക്കണം സിനിമ കേരളത്തിൽ ബ്രേക്ക് ഇവൻ ആകാനായിട്ട്. അതിലേക്ക് എത്തപ്പെടില്ല എന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ വ്യക്തമായതുമാണ്. ഇനി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് 320 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നത്തോടെ 325 കോടിയും 330 കോടിയും കടക്കുകയാണ്. 335 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷനാണ് 7 ദിവസങ്ങൾ കൊണ്ട് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടെ സിനിമയുടെ തമിഴ്നാട് ഗ്രോസ് 140 കോടി കടക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ വളരെ മികച്ച കളക്ഷൻ 400 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്റർ റൈറ്റ്സ് ബേസിസിൽ നോക്കുകയാണെങ്കിൽ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗോട്ടിന്റെ ഫൈനൽ കളക്ഷൻ വരെയുള്ള റിപ്പോർട്ടുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.